ഭാര്യയെ രക്ഷിക്കാന്നുള്ളത് ഭർത്താവിന്റെ ധർമ്മമാണല്ലോ. മുമ്പും ചില സന്ദർഭങ്ങളിൽ നന്ദനയുടെ കേസുകെട്ടുകളെ പറ്റി സംസാരിച്ചപ്പോ ഉദയേട്ടൻ അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മനഃപൂർവ്വം നന്ദനയെ ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് തോന്നിയിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ഇതിപ്പോ അങ്ങനെയുള്ള ട്രാപ്പാണെന്ന് പറയില്ലല്ലോ. നന്ദനയോടുള്ള വിരോധം കൊണ്ടല്ല ഞാൻ ഈ ഫോട്ടോ ഉദയേട്ടനെ കാണിച്ചത്. മത്സരിക്കാനുമല്ല. എനിക്ക് കുടുംബത്തോട് സ്നേഹമുണ്ട്. അമ്മയ്ക്കിപ്പോഴൊന്നും അത് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. നന്ദനയുടെ കൺകെട്ട് വിദ്യയിൽ മയങ്ങിയിരിക്കുക അമ്മ. ഉദയേട്ടനെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെയും പിന്നെ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത് കഷ്ടമല്ലേ? എന്ന് കരുതി വാശിക്ക് തന്നെയാ ഞാൻ ഉദയേട്ടനെ ഫോട്ടോ കാണിച്ചത്. ഒരാൾ നമ്മളെ സ്ഥിരമായി മണ്ടിയാക്കാന്ന് വെച്ചാ അത് ശരിയല്ലല്ലോ. ഫോട്ടോ ഞാൻ ഉദയേട്ടന്റെ ഫോണിലേക്ക് അയച്ചേക്കാം. ഒറ്റയ്ക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റുമോ ഹരി? പിന്നെന്താ, എനിക്കിപ്പോ കാലിന് കുഴപ്പമൊന്നുമില്ല. എന്നാലും 2 ദിവസം കൂടി കഴിയട്ടെ. എന്തിനാ സജി, കാലം ഓക്കെയാണ്. താ വണ്ടിതാ. ഓ, ഹരി ഓഫീസിലേക്ക് വരുന്നോ? ഏയ് ഇല്ല. നന്ദനമ്മയുടെ വന്നിട്ടുണ്ട്, ചെന്നൊന്ന് കണ്ടിട്ട് പോവാം. വേണ്ട സജി, പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. വെറുതെ ഒരു സന്ദർശനം ഒഴിവാക്കുന്നതല്ലേ നല്ലത്. കാർത്തിക് മേഡം ഇപ്പൊ എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടല്ല ഞാനിപ്പോ നന്ദനയെ കാണുന്നില്ല എന്ന് വെച്ചത്. ചില അവസരങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ അല്ല, നമ്മളെ തന്നെയാ ഭയപ്പെടേണ്ടത്. സ്വയം ചില നിയന്ത്രണങ്ങൾ വെക്കണം എന്ന് കരുതി നന്ദനയ്ക്കൊരു ആവശ്യം ഉണ്ടായാൽ ഞാൻ കൂടെ നിൽക്കും. എന്നാ പോട്ടെ. ശരി. അന്ന് ബൈക്കിന് മുന്നിൽ ചാടി തിരുനായി അവിടെ എവിടെയെങ്കിലും കാണും. എന്തിനാ, നഷ്ടപരിഹാരം ചോദിക്കാനാണോ? നന്ദനയ്ക്കെന്താ ഇന്ന് പതിവിൽ കവിഞ്ഞൊരു ക്ഷീണം പോലെ? ഓഫീസിൽ ജോലി കൂടുതലുണ്ടായിരുന്നോ? എനിക്ക് പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല. എനിക്കങ്ങനെ തോന്നി. എല്ലാ തോന്നലും സത്യമല്ലെന്നായിരിക്കും നന്ദന ഇപ്പൊ മനസ്സിൽ പറയുന്നത്. പക്ഷേ സത്യം എപ്പോഴായാലും സത്യം തന്നെയാണേ. ഞാനൊരു ലോകതത്വം പറഞ്ഞതാ, അല്ലാതെ മനസ്സിലൊന്നും ഉദ്ദേശിച്ചിട്ടല്ല.
ചോദിച്ചൂടെ? വേണ്ട. ഓഫീസിലെ വിശേഷങ്ങളൊന്നും ഈയിടെയായിട്ട് പറഞ്ഞു കേൾക്കാറില്ല. വേണ്ടെന്ന് വെച്ചിട്ടാണോ അതോ വിശേഷങ്ങൾ ഓഫീസിന് പുറത്തായതുകൊണ്ടാണോ? പറഞ്ഞിട്ടെന്താ? ഒന്നുകിൽ വെറുതെ കേട്ടിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ എന്നെ എന്തിനാ അറിയിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തതാണ് കാരണം? പ്രധാന കാരണം അതാണ്. അപ്രധാന കാരണങ്ങൾ വേറെയുണ്ട്. ഇറ്റ്സ് ഓക്കെ. നന്ദന ഓഫീസിൽ തുടർന്നു പോകണ്ടെന്ന് അമ്മ വിലക്കിയത് ഓർക്കുന്നോ? മറന്നിട്ടില്ല. അമ്മ മാത്രമല്ല, കാർത്തികേച്ചു എന്നെ എതിർത്തപ്പോ എന്നെ സപ്പോർട്ട് ചെയ്തത് ആരാന്നും മറന്നിട്ടില്ല. എന്റെ വീക്ക്നെസ് ആയിരുന്നില്ല ആ പിന്തുണ. തന്നെ ജയിപ്പിക്കാനും അമ്മയെ തോൽപ്പിക്കാനും വേണ്ടിയായിരുന്നില്ല. ഒരു വിലക്കേർപ്പെടുത്താനുള്ള കുറ്റം നന്ദനയുടെ ഭാഗത്തില്ലെന്നായിരുന്നു എന്റെ തോന്നൽ. ഞാനത് ഊഹിച്ചെടുത്തിരുന്നു. താങ്ക്സ് എന്നൊരു വാക്ക് പറയാതിരുന്നത് അത്തരം ഫോർമാലിറ്റീസ് ഒന്നും നമുക്കിടയിൽ ഇല്ലാത്തതുകൊണ്ടാ. നന്നായി. ഉപചാരപദങ്ങളും ഉപകാരസ്മരണകളൊക്കെ ആർട്ടിഫിഷ്യലാണ്. പൊരുത്തപ്പെടാൻ എനിക്ക് പ്രയാസമാണ്. അത് ഏറെക്കുറെ മനസ്സിലാക്കുന്ന ആളാണ് താനെന്ന് ചിലപ്പോ തോന്നും. ചിലപ്പോന്ന് പറഞ്ഞ എന്താ? അതങ്ങനെ ആയതുകൊണ്ട്. നമ്മുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവരെങ്ങനെ നോക്കിക്കാണുന്നെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരാൾക്കൊന്നും പ്രോപ്പറായി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ: സത്യസന്ധത കാണിക്കുക, സ്വന്തം വാക്കിനോടും പ്രവൃത്തിയോടും. സത്യസന്ധത. അതെ. ഓഫീസിൽ നിന്ന് വന്ന് ഞാൻ ഈ മുറിയിൽ കയറിയപ്പോ മുതൽ എന്നോട് ചോദിക്കാനായി മനസ്സിൽ മുട്ടിത്തിരിയുന്ന എന്തോന്നുണ്ട്. നേരിട്ടതൊട്ട് ചോദിക്കുന്നുമില്ല. അതിലുമില്ലേ സത്യസന്ധതയുടെ പ്രശ്നം? ഓഫീസിന് പുറത്താണോ ഇപ്പൊ വിശേഷങ്ങളെന്ന് ചോദിച്ചില്ലേ? ഇന്ന് ഞാൻ ഹരിയേട്ടനെ കണ്ടു. എന്തിനു കണ്ടു എന്ന് ചോദിക്കുന്നില്ലേ? പറഞ്ഞേക്കാം. വേണ്ട. ഹരിപ്രസാദ് എന്റെ ഭർത്താവല്ല. അയാളുടെ കുട്ടിയെ ഞാൻ പ്രസവിച്ചിട്ടില്ല. മുൻപരിചയമുള്ള രണ്ടുപേർ, അതിലൊരാൾക്ക് സുഖമില്ല. ഒരു സൗഹൃദ സന്ദർശനം നടത്തി, അതും പകൽ സമയത്ത്. ഇതാണ് താൻ പറയാൻ പോകുന്നെന്ന് ആർക്കറിയാത്തത്? സത്യം അതാണ്. കളവ് കണ്ടുപിടിക്കുന്നവരെ അത് കളവല്ല. തുറച്ചു നോക്കണ്ട. ഒരു ദുസൂചനയില്ലാതാണ് ഞാൻ പറഞ്ഞത്. ധീരമായൊരു വെളിപ്പെടുത്തൽ നന്ദനിപ്പം നടത്തി. താൻ സ്വല്പം മുമ്പ് താങ്ക്സിന്റെ കാര്യം സൂചിപ്പിച്ച പോലെ ഒരു കൺഗ്രാജുലേഷൻസിന് സാധ്യതയുണ്ട്. ഫോർമാലിറ്റിയുടെ ഭാഗമായതുകൊണ്ട് ഞാനും ആ വാക്ക് ഒഴിവാക്കുന്നു. ഇതുവരെ ഈ മുറിക്കുള്ളിൽ നമ്മൾ തമ്മിലൊരു പരസ്പര ധാരണയിലും മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയവുമായിരുന്നു. ഇപ്പോ മറ്റുള്ളവർ ഒരു ധാരണയിലും അഭിനയം ഈ മുറിക്കുള്ളൂ ആകുന്ന ലക്ഷണമുണ്ട്. അത് സുഖകരമല്ല. ഞാനതിന് നിന്നു തരികയില്ല. ഒന്നുകൂടി പറയുന്നു, എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി താൻ ആരെയും മീറ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഫലമുണ്ടാവില്ല. അത്തരം മീറ്റിങ്ങുകൾക്കും ഫലമുണ്ടാവില്ല. നീ കാണിച്ചത് മണ്ടത്തരമാണ്. ഞാൻ എന്ത് ചെയ്താലും എതിയേട്ടൻ അങ്ങനെയല്ലേ പറയൂ. എന്റെ മണ്ടത്തരം എന്താന്ന് കേക്കട്ടെ. കാർത്തികയെ ഫോണിലെടുത്ത ആ ഫോട്ടോ അമ്മയായിരുന്നു ആദ്യം കാണിക്കേണ്ടത്. എങ്കിൽ ഇതിനോടകം ഒരു തീരുമാനമായേനെ. എന്ത് തീരുമാനം? ഇതുപോലുള്ള സംഭവങ്ങള് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്തുണ്ടായി?
ഒരു തീരുമാനവും ആരും എടുത്തുമില്ല. സംഗതി ചൂണ്ടിക്കാണിച്ച് ഞാൻ അബദ്ധക്കാരിയുമായി. അമ്മ എനിക്കെതിരെ തിരിഞ്ഞപ്പോ എതിയേട്ടൻ പോലും എന്റെ കൂടെ നിന്നില്ല. പകരം ഞാൻ ഈ നാട്ടുകാരനെ അല്ലെന്ന മട്ടിലാ നിന്നത്. കാർത്തിക, ഇതങ്ങനെയാണോ? ഒന്നാം തരം തെളിവല്ലേ കയ്യിലുള്ളത്? നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോ ആയിരുന്നു. അത് കൃത്രിമമായി ഒപ്പിച്ചെടുത്താന്ന് നന്ദന പറഞ്ഞ അമ്മ വിശ്വസിക്കും. നിങ്ങൾ ആരും കരുതുന്ന പോലെ അല്ല എതിയേട്ടാ. നിങ്ങളുടെ അമ്മയ്ക്ക് നന്ദന എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടോത്രം. ഇതാ കുഴപ്പം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ എന്റെ ഭർത്താവ് പോലും അത് പുച്ഛിച്ച് തള്ളും. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? ഉദയേട്ടന് എന്ത് എക്സ്ക്യൂസ് പറഞ്ഞിട്ടാണ് അവള് നിന്നതെന്നറിയില്ല. വലിയൊരു കോളിളക്കം പ്രതീക്ഷിച്ചിട്ട് നീ ഒരു കാര്യം ചെയ്യ്, ആ ഫോട്ടോ അമ്മയെ കൂടി കാണിക്ക്. നമുക്കതുകൊണ്ട് വിശേഷിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ. കാണിച്ചിട്ട് ഫലമൊന്നുമില്ല എതിയേട്ടാ. ഞാൻ ചോദിക്കട്ടെ, അമ്മയെ ഫോട്ടോ കാണിച്ചു വന്നിരിക്കട്ടെ, എന്തായിരിക്കും നിങ്ങളുടെ അമ്മ ചെയ്യാൻ പോകുന്നത്? നന്ദനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. എന്നിട്ട് അവൾ എന്ത് സമാധാനം പറയും? നന്ദനയ്ക്കാണ് സമാധാനം പറയാനില്ലാത്തത്. പഴയ കാമുകൻ താമസിക്കുന്നിടത്ത് അവന്റെ കൂടെ കൊഞ്ചാനും കുഴയാനും പോയവൾ എന്ത് വിശദീകരണം കൊടുക്കാനാ? നമ്മൾ നോക്കുമ്പോഴാ അത് കൊഞ്ചലും കുഴയലും ആവുന്നത്. പഴയ കാമുകൻ എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാട്. നാട്ടിലെ പഴയ സുഹൃത്തിനെ യാദൃച്ഛികമായി കണ്ടെന്നായിരിക്കും നന്ദന അമ്മയോട് വിശദീകരിക്കുക. അവർക്കിടയിൽ രഹസ്യങ്ങളില്ലാത്തതുകൊണ്ടാ വീടിന്റെ ബാൽക്കണിയിൽ പരസ്യമായി നിന്ന് സംസാരിച്ചതെന്ന് പറയും. അതോടെ അമ്മ ഫ്ലാറ്റ്. നീ വലിയ മനസ്സിന്റെ ഉടമയാ മോളെന്നും പറഞ്ഞ് മിക്കവാറും അമ്മ നന്ദനെ അഭിനന്ദിക്കുകയും ചെയ്യും. എനിക്ക് കിട്ടാൻ പോകുന്നതോ വഴക്ക്. നമ്മുടെ കാഴ്ചപ്പാടിലാണല്ലോ കരട്. പിന്നെ എന്തിനാ വെറുതെ ആ മഹേഷിനെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചത്? വെറുതെയാന്ന് പറയാൻ വരട്ടെ. ഉദയേട്ടനെ അറിയാലോ, ചാടിക്കേറി ഒച്ചപ്പാടുണ്ടാക്കണമെന്നില്ല. നന്ദനയുടെ വിശദീകരണം കേട്ട് അവള് പറയുന്നത് വിശ്വസിക്കുന്നതായി ഭാവിക്കും. എന്നിട്ട് സംഭവം മനസ്സിൽ കുറിച്ചിടും. മറ്റൊരവസരത്തിലാവും ഇതും കൂടി ചേർത്ത് പൊട്ടിത്തെറിക്കുക. എന്തായാലും ഒരു പുരുഷനല്ലേ. ഭാര്യ പൂർവ്വ കാമുകനെ പിന്നെയും പിന്നെ സന്ദർശിക്കുന്ന വിവരം ഫോട്ടോ സഹിതം കണ്ടറിഞ്ഞാൽ മനസ്സൊന്നും ഇടറാതിരിക്കില്ല. ഉദയേട്ടൻ പ്രതികരിക്കും. അത് നന്ദനയ്ക്ക് കിട്ടുന്ന ഒരൊന്നൊന്നര തിരിച്ചടിയായിരിക്കും. എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു. ഹരിപ്രസാദ് അങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ടു. തിരിച്ചു വരുന്നതും കാത്തു നിൽക്കുകയായിരുന്നേ. അമ്പലത്തിൽ പോയതായിരുന്നു അല്ലേ? ഭക്തി നല്ലതാ. നേരത്തെ ഈ മാർഗം സ്വീകരിക്കാമായിരുന്നു. നടന്നുകൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നതാ നല്ലത്. നല്ല കാറ്റ്, പ്രകൃതി രമണീയമായ അന്തരീക്ഷം. എന്ത് സംസാരിക്കാൻ? എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. അങ്ങനെ പിണങ്ങാതടാ ചങ്ങാതി. ഹരിപ്രസാദ് തൃശ്ശൂർക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞു. കാണാൻ പറ്റിയത് ഇപ്പോഴാ. സർക്കാർ ഉദ്യോഗസ്ഥാവുമ്പോ സ്ഥലം മാറ്റം ഉണ്ടാവും, അതാണല്ലോ റൂള്. എന്നാൽ ഹരിപ്രസാദിന് തൃശ്ശൂർ ജില്ലയിലേക്ക് തന്നെ സ്ഥലം മാറ്റം കിട്ടുക, അതും ഈ സ്ഥലത്തേക്ക് തന്നെ ആവുക ആക്സിഡന്റൽ കോ ഇൻസിഡൻസ് തന്നെയാണേ. അതിന്റെ കൂടെ അധികം വൈകാതെ ഇവിടെ വന്ന് ഒറിജിനൽ ആയിട്ടൊരു ആക്സിഡന്റും പറ്റുക. ഓ, എന്തൊക്കെ അതിശയങ്ങളാണ് എന്റെ ശിവനേ. മനസ്സിലുള്ളത് തുറന്നു പറയുന്നതാ എന്റെ ശീലം. അതെനിക്കറിയാം. പ്രവൃത്തിയും അങ്ങനെ തന്നെയാണെന്നും അറിയാം. ഇത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകള് വളരെ അപൂർവ. കോംപ്ലിമെന്റും കമന്റും തമ്മിൽ തിരിച്ചറിയാനുള്ള പ്രായമൊക്കെ ആയി എനിക്ക്. ഓക്കെ, നീ തൃശ്ശൂരിലേക്ക് അവതരിച്ചത് മനഃപൂർവ്വമാണെന്നും
ബോധപൂർവമാണെന്നും അറിയാവുന്ന ഒരാളാ ഞാൻ. രണ്ടാമത്തെ ആള് ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പല അറിവുകൾ എന്നതുപോലെ താങ്കളുടെ ഈ അറിവും തെറ്റാണ്. അത് നിന്റെ പ്രതിരോധം. ഞാൻ മനസ്സിലാക്കുന്നു. തൃശൂർപ്പേരിലെ മണ്ണിനോട് ഇപ്പൊ ഹരിപ്രസാദിന് മമത കൂടുമെന്നുള്ള കേവലമായൊരു സത്യം മാത്രമാണ്. എന്റെ ഭാഗം നിങ്ങളുടെ മുമ്പിൽ ക്ലിയർ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. എങ്കിലും സാമാന്യ മര്യാദയുടെ പേരിൽ പറയാം. ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് യാദൃശ്ചികമായിട്ടാണ്, അല്ലാതെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. നന്ദനയുടെ ഓഫീസിലെ മാനേജർ ഫ്രണ്ട് ആയതും യാദൃശ്ചികം. ആ ചെക്കന്റെ വീട്ടിൽ തന്നെ വാടകയ്ക്ക് താമസിക്കുന്നതും യാദൃശ്ചികം. അയാളെ കാണാനായി ഓഫീസിൽ ചെല്ലുന്നു, അതാണ് ശരിക്കും യാദൃശ്ചികം. പിന്നെ ബൈക്ക് ആക്സിഡന്റ്, അതിനാണല്ലോ യാദൃശ്ചികമെന്ന് ശബ്ദ താരാബലിയിൽ പറയുന്നത്. സത്യത്തിൽ തെരുവ് നായ മുമ്പിൽ ചാടി എന്ന് പറഞ്ഞ് നീ മനഃപൂർവ്വം ബൈക്കും കൊണ്ട് വീണതല്ലേ നന്ദനയുടെ സഹതാപം പിടിച്ചു പറ്റാൻ? എന്ത് നോൺസെൻസാ നിങ്ങൾ പറയുന്നത്? കണ്ടോ കണ്ടോ, ഉള്ളത് പറയുമ്പോ കള്ളിക്ക് തുള്ളൽ വരുമെന്ന പഴഞ്ചൊല്ല്. അതെ, ഞാൻ ട്രാൻസ്ഫർ വാങ്ങി ഇങ്ങോട്ട് വന്നത് നന്ദനെ കാണാനാ. ഓഫീസിൽ പോയതും മാനേജറുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നതും എല്ലാം മുൻകൂട്ടി ആലോചിച്ചിട്ട് തന്നെ. അതിനിപ്പോ എന്ത് വേണം? എന്താ കേസെടുക്കുവോ? ഇതാണ് ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴാണ് നീ ആ പഴയ ഹരിപ്രസാദായത്. ഈ ഉശിരും ചൊടിയുമാണ് നന്ദനയെ ആകർഷിച്ചത്. വിദ്യയുടെ മോളല്ലേ അവള്, അങ്ങനെ വരും. എന്റെ സ്മാർട്ട്നെസ് കണ്ട വിദ്യ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിക്കൽ ഹരിയും നന്ദനയുമായുള്ള ബന്ധത്തിന് ഞാൻ എതിര് നിന്നതാ. ഒളിച്ചോടിയ നിങ്ങളെ പിന്തുടർന്ന് പിടികൂടിയതിന്റെ പ്രധാന ബ്രെയിൻ എന്റേതായിരുന്നു. അതിനുള്ള പ്രാശ്ചിത്തോ എന്തു കുന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഞാൻ പറയുന്നു. നിനക്ക് വേണമെങ്കിൽ വീണ്ടും നന്ദനയെ സ്വന്തമാക്കാം, നിന്റെ ഭാര്യയാക്കാം. ഉദയനോടെ പോയി പണി നോക്കാൻ പറ. അവനെ എന്റെ കസിനാ. അവനെ നന്ദനയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് അടർത്തി മാറ്റാം ഞാൻ. പകരം ഹരിപ്രസാദിനവിടെ കയറിയിരിക്കാം. ഓഫീസിൽ നിന്ന് ലോങ് ലീവ് എടുത്ത് അടുത്ത തവണ ഇനി ഞാൻ നാട്ടിലേക്ക് പോകുമ്പോ കാറിൽ ഇടതുവശത്തായി നന്ദന ഉണ്ടായിരിക്കും. നിലവിളക്കെടുക്കാൻ റെഡിയായിരിക്കണമെന്ന് ഇപ്പോഴേ അമ്മയെ വിളിച്ച് പറഞ്ഞോളൂ. ദേ, അസ്തമയ സൂര്യനെ സാക്ഷിയാക്കി ഞാനിത് പറയുന്നത് ആത്മാർത്ഥമായിട്ടാ. അതുകൊണ്ട് താങ്കൾക്കുള്ള നേട്ടം ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് നിങ്ങളുടെ സ്നേഹത്തിന് ഞാൻ പാര വെച്ചു. പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ഹരിപ്രസാദ് ഇപ്പോഴും നന്ദനയെ സ്നേഹിക്കുന്നു. അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നു. ബൈക്കിൽ നിന്ന് വീണ് കാലൊടിയുന്നു. ഇപ്പോഴെങ്കിലും അന്ന് ചെയ്തു പോയ അബദ്ധം കുട്ടാ എനിക്ക് തിരുത്തണം. അല്ലാതെ നന്ദനയുടെ പേരിലുള്ള ഭാരിച്ച സ്വത്ത് ഹരിപ്രസാദ് വേണ്ടെന്ന് പറയുമ്പോ തട്ടിയെടുക്കണമെന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. സത്യാടാ കുട്ടാ. അപ്പൊ ഉദയവർമ്മയെ പുറത്താക്കിയിട്ട് നന്ദനയെ ഞാൻ സ്വന്തമാക്കണമെന്നാണ് താങ്കൾ പറയുന്നത്? അതെ. കഷ്ടം. ഉദയന്റെ കാര്യല്ലേ? മഹാകഷ്ടാണ്. അല്ല, നിങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. മഹാ കുഴപ്പമാണെന്ന് നിങ്ങളെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ തരം താഴാൻ പാടില്ല മനുഷ്യൻ. ഫ്രോഡ് എന്നുള്ള വാക്കൊന്നും പോരാ, പുതിയ വാക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളെ വിശേഷിപ്പിക്കാൻ. വഴിയെന്ന് മാറ്. നന്ദനയെ സ്വന്തമാക്കണമെങ്കിൽ അതെനിക്ക് എന്നേ ആവായിരുന്നു. ഒന്നും ആരും തടസ്സമാവില്ലായിരുന്നു. അത് വേണ്ടെന്ന് വെച്ചത് അയാളോട് എനിക്കുള്ള ഇഷ്ടക്കൂടുതലുണ്ട്. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. തടിക്കര ഒന്ന് നിന്നേ. ഹരിപ്രസാദേ, ഞാനൊന്ന് പറയട്ടെ എന്ന്.